അങ്ങനെ ഞങ്ങൾ കൊച്ചി മൊത്തം കണ്ടിറങ്ങി നല്ല കുലുക്കിയൊക്കെ കുടിച്ചിട്ട് തിരിച്ച് റൂമിലോട്ട് എത്തി എല്ലാവരും. കാരണം പിറ്റേ ദിവസം തൊട്ട് ഞങ്ങൾക്ക് വർക്കിന് ജോയിൻ ചെയ്യുന്നതായിരുന്നു. അപ്പം ഞങ്ങൾ ഹോർത്തൂസിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ടായിരുന്നു കൊച്ചിയിലോട്ട് വന്നത്. 27 തൊട്ട് 30 വരെയായിരുന്നു ഹോർത്തൂസിൻ്റെ പരിപാടി. പക്ഷേ ഞങ്ങൾ 22-ന് അവിടെ എത്തി. അങ്ങനെ എല്ലാവരും ആഞ്ഞു പിടിച്ച് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ടെടുത്തൊരു പരിപാടിയായിരുന്നു ഹോർത്തൂസ്. അങ്ങനെ ആ ഹോർത്തൂസ് നല്ല വിജയകരമായി നമുക്ക് ചെയ്യാനും പറ്റി. അതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് നടന്ന കുറച്ച് ഫണ്ണായിട്ടുള്ള മൊമെൻറ്റ്സ് മാത്രമേ ഞാൻ ഇപ്പോൾ ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. കാരണം വീഡിയോസ് ഒന്നും ഞങ്ങൾക്ക് അലൗഡ് അല്ല, എടുത്തുകൂടാ. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട് അവൻ്റെ കൈയൊന്നും മുറിഞ്ഞു. അപ്പോൾ ജസ്റ്റ് അവിടെയുള്ള ഒരു ആംബുലൻസിൽ കയറി അവൻ്റെ കൈയൊക്കെ ഒന്ന് ബാൻഡേഡ് ചെയ്യുന്ന വീഡിയോ ആണത്. ജസ്റ്റ് അതൊരു ഫണ്ണായിരുന്നു ആ ടൈമിൽ. പിന്നീട് ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല. ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യുന്ന ദിവസം മാത്രമാണ് ഞാൻ പിന്നെ വീഡിയോസ് എടുത്തത്. അങ്ങനെ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാൻ പോവുകയായിരുന്നു. അപ്പോൾ ആ ടൈം ഞങ്ങൾ വെച്ചു ഓക്കെ ഫുഡ് കഴിച്ചിട്ട് പോവാം എന്നുള്ള രീതിയിൽ പ്ലാൻ ഇട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. പക്ഷേ ആർക്കും ഫുഡ് കഴിക്കാനൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. കാരണം എല്ലാവരും കുറച്ച് വിഷമത്തിലൊക്കെ ആയിരുന്നു. കാരണം ഇത്രയും ദിവസം ഞങ്ങളെല്ലാവരും ഒരുമിച്ചുണ്ടായിട്ട് പെട്ടെന്ന് ഇനി അടുത്ത ഫെസ്റ്റിവലിനെ കാണുകയുള്ളൂ എന്നൊരിത് വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ വിഷമം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് റൂമെത്തി ബാഗ് പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് താഴോട്ടിറങ്ങി. അങ്ങനെ ഞങ്ങൾ താഴെയുള്ള റിസപ്ഷനിൽ പോയി ചേട്ടൻ്റെ അടുത്ത് താങ്ക്സ് ഒക്കെ പറഞ്ഞു. ആൾ നല്ല ഹെൽപ്ഫുള്ളായിരുന്നു ഞങ്ങൾക്ക് ഇത്രയും ദിവസം. അങ്ങനെ ആളുടെ അടുത്ത് എല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഓരോരുത്തരായിട്ട് തിരിച്ച് പോകാൻ തുടങ്ങി. അങ്ങനെ ആദ്യം സാൻഡ്ര ഋതുവായിരുന്നു. കാരണം അവരുടെ ട്രെയിൻ കുറച്ച് നേരത്തെയാണ്. അങ്ങനെ അവർ പോകാൻ വേണ്ടി റെഡി ആയി. അങ്ങനെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവരിറങ്ങി. അങ്ങനെ ക്യാബ് വന്നു. അവരവരുടെ ലഗേജൊക്കെ ആയിട്ട് അങ്ങനെ അവർ തിരിച്ചു പോയി. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് ഞാൻ ഇനി നാളെ വരാം. അതൊരിക്കും ബൈ.